ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ADMൻ്റെ കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിശോധിക്കുകയും CBI അന്വേഷണം വേണ്ടതില്ല എന്ന് ഉത്തരവ് നൽകുകയും ചെയ്തിരിക്കുകയാണ്. ADMൻ്റെ മരണം ദൗർഭാഗ്യകരമായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ മരണം. എല്ലാവരും ആ മരണത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിയതാണ്. ഞാൻ തന്നെ കണ്ണൂരിൽ നിന്നും വിലാപയാത്രയോടൊപ്പം പത്തനംതിട്ട വരെ അനുഗമിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിലാണ്. അതിന് ഇടയാക്കിയത് കുടുംബം നൽകിയിട്ടുള്ള പരാതിയാണ്. ആ പരാതിയെക്കുറിച്ച് പോലീസാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തെ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത്. പരാതിയിൽ നൽകിയത് തന്നെ ADMൻ്റെ കുടുംബം നൽകിയ ഹർജിയിൽ ആത്മഹത്യക്ക് ഉത്തരവാദി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാണ്. പിന്നീട് എന്തുകൊണ്ടോ ആത്മഹത്യയല്ല, കൊലപാതകമാണ്, അത് കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യമേ പോലീസിന് കൊടുക്കാമായിരുന്നു. അപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഫലപ്രദമായ അന്വേഷണത്തിലൂടെ വൈകാതെ തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പേരിൽ, അന്നത്തെ പ്രസിഡന്റിൻ്റെ പേരിൽ കേസെടുത്തു. ജയിലിൽ എത്തി, പിന്നീട് ജാമ്യം കിട്ടി. ഇതാണ് വസ്തുത. അപ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന പരാതി കുടുംബം ഉന്നയിച്ചത് എന്നത് മനസ്സിലാവുന്നില്ല. ഇരിക്കട്ടെ, അവർക്ക് ന്യായമായും അത്തരം ഒരു പരാതി ഉന്നയിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം അവർ കോടതിയിൽ ഹർജിയിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഹർജി ഇപ്പോൾ കോടതി പരിഗണിച്ച് CBI അന്വേഷണം വേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, DIGയുടെ മേൽനോട്ടമുണ്ടാകണമെന്നും IG പരിശോധിച്ചുകൊണ്ടാവണം കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ ആ ആവശ്യം പോലീസ് സ്വീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, DIGയുടെ മേൽനോട്ടം നേരത്തെ തന്നെ സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിന്മേൽ നിശ്ചയിച്ചിരുന്നു. സ്വാഭാവികമായും IG പരിശോധിക്കണം എന്നുകൂടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ DIGയുടെ മേൽനോട്ടവും IGയുടെ പരിശോധനയും എല്ലാം ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിധിയിലെ കാര്യം. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിൽ ആർക്കും ആക്ഷേപം ഉണ്ടാവുകയും ഇല്ല. തീർച്ചയായും